വിഷയങ്ങളെല്ലാം താങ്കൾ ശ്രവിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു കാർട്ടൂൺ വരച്ചു കഴിഞ്ഞാൽ നഷ്ടമാകുന്ന ദേശീയത എന്നുള്ള ലഘൂകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഉള്ള ഒരു സമീപനത്തിനോട് വിയോജിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും പല അധ്യാപകരും, കേരളത്തിലെ പല അധ്യാപകരും, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളും അനാവശ്യമായ പിന്തുണ, അപക്വമായ പല നിലപാടുകളും SFI ഇതിനു മുമ്പും കൈക്കൊണ്ടിട്ടുണ്ട്. അനാവശ്യമായ പിന്തുണ പല സാഹചര്യങ്ങളും SFIക്ക് നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അധ്യാപകരെയും ദേശീയതയെയും വരെ അപമാനിക്കുന്ന തരത്തിൽ, എന്നിട്ട് അതൊക്കെ ഒരു കാർട്ടൂണാണ് എന്നുള്ള രീതിയിൽ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ 1971 ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് 1971 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പാടില്ല. അത് പ്രകാരം ഇവർക്ക് നേരത്തെ അഭിനവ് പറഞ്ഞതുപോലെ 3 വർഷ തടവൊക്കെ ലഭിക്കാം. പക്ഷേ തടവും ശിക്ഷാ നടപടികളൊന്നും ഇവരെ സംബന്ധിച്ചോളം സാധ്യതയുള്ള വിഷയം ഇവർക്ക് കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ലഘൂകരിച്ച് കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ആവശ്യമായ പിന്തുണ രാഷ്ട്രീയ നേതൃത്വം മന്ത്രി അടക്കം കൊടുക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ അപജയമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ നേരത്തെ പ്രതിപാദിച്ച രമ ടീച്ചറുടെ കേസിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രേനിയസ് കൺസിഡറേഷൻ. മന്ത്രിയുടെ ഓഫീസ് അനധികൃതമായിട്ട് അവർക്കെതിരെ നടപടി, പെൻഷൻ തടയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അധ്യാപകർക്കെതിരെ പകയോടുകൂടി ഇറങ്ങുന്ന ഒരു സംവിധാനം, ഇപ്പോൾ ദേശീയതയെ അപമാനിക്കുന്ന ഒരു സംവിധാനം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തിനേറെ പറയുന്നു, ഇതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. ഭരണഘടനാ പദവിയാണ് ഗവർണറുടെ, ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണറെ പരസ്യമായിട്ട് റോട്ടിൽ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സംവിധാനം വരുമ്പോൾ ഭരണഘടനയെ തന്നെയാണ് അപമാനിക്കുന്നത്. അപ്പം ഇവിടെ ദേശീയ പതാകയെ മാത്രമല്ല ഭരണഘടനയെ പോലും അപമാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് 1971 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അപമാനിക്കുന്നത് പോലും ശിക്ഷാ നടപടിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ ശിക്ഷാ നടപടികളിൽ ഭയമില്ലാത്ത ഒരു സംവിധാനം ആയിട്ട് SFI മാറുവാൻ കാരണം പല അധ്യാപകരും, കേരളത്തിലുള്ള ഭൂരിഭാഗം അധ്യാപകരെയും ശരിക്കും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനയിലേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയും ആ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ ഉള്ളവർ ഒരു കേഡറ്റായി പ്രവർത്തിച്ചുകൊണ്ട് കോളേജുകൾ SFIക്ക് വേണ്ട പിന്തുണ നൽകുകയും അതുപോലെ മന്ത്രി അടങ്ങുന്ന സംവിധാനം വേണ്ട പിന്തുണ നൽകുകയും രാഷ്ട്രീയ നേതൃത്വം ഇതുപോലെ നിസാരവൽക്കരിച്ച് കാണുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ധാർഷ്ട്യം, അതാണ് ഈ അപക്വമായ നിലപാടിലേക്കും വലിയ രീതിയിലേക്ക് ദേശീയതയെ ചോദ്യം ചെയ്യുന്ന. ദേശീയത എന്ന് പറയുന്ന വികാരമാണ്. പ്രൊഫസർ ജയരാജനല്ലായിരിക്കാം, പക്ഷേ എന്നെ പോലുള്ളവർക്ക് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ദേശീയ പതാകയൊക്കെ ഒരു കാർട്ടൂൺ എന്നുള്ള രീതിയിലേക്ക് നിസാരവൽക്കരിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. ദേശീയതയും ദേശീയ പതാകയും വികാരമായിട്ട് കാണുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. അതിനകത്ത് ഈ പറയുന്ന BJP എന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ നിലപാട് SFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പം നടത്തിയിരിക്കുന്ന നിലപാടിനോട് ശക്തമായുള്ള വിയോജിപ്പ് പ്രൊഫസർ ജയരാജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായ പ്രകടനോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊള്ളുന്നു.